ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സുകളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തയ്യാറാക്കി നോക്കാം. ഞാൻ ഒരു കപ്പ് ചെറുപയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഈ കുതിർത്ത് വെച്ച ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരഞ്ഞു പോവണ്ട, ഒന്ന് ചെറുതായി പൊട്ടി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുത്തത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരൽപ്പം മല്ലി ഇലയുടെ പേസ്റ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് കൈവച്ച് നമുക്ക് കുഴച്ച് എടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചെറുപയറിനൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല ഞാനിത് ക്രഷ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. ചെറുപയർ അരഞ്ഞ് വരുമ്പോഴുള്ള ആ വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവും. അതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റി ചെറുതായിട്ട് പരത്തി വയ്ക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. സാധാരണ പരിപ്പ് വടയിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പലഹാരമാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു ഭാഗം മൊരിയുന്നതിനനുസരിച്ച് മറുഭാഗവും കൂടി തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റി കോരിയെടുത്തിട്ട് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. അതുപോലെ ഞാനൊരു 5-6 എണ്ണയെ തയ്യാറാക്കുന്നുള്ളൂ. ചെറിയ ഒരു കപ്പിനാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയ സമയത്ത് നമ്മൾ കോരി വെക്കണം. നല്ല ക്രിസ്പിയായ ഒരു വട തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയാണ്, അതും കൂടി ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.